Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. ചർച്ചകളിൽ ഇടതുപക്ഷത്തിന്റെ സജീവ സാന്നിധ്യമായിരുന്ന റെജി ലൂക്കോസ് ബിജെപിയിൽ ചേർന്നു. ബിജെപി സംസ്ഥാന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. 35 വർഷത്തെ ഇടതുപക്ഷ സഹകരണം അവസാനിപ്പിച്ചാണ് റെജി ലൂക്കോസിന്റെ ഈ മാറ്റം. കേരളം വൃദ്ധസദനമായി റെജി ലൂക്കോസ്. ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ടുപോയാൽ കേരളം ഭാവിയിൽ ഒരു വൃദ്ധസദനമായി മാറുമെന്ന് റെജി ലൂക്കോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. യുവാക്കൾ തൊഴിൽ തേടി നാടുവിടുന്ന അവസ്ഥയാണെന്നും ബിജെപിയുടെ വികസന രാഷ്ട്രീയമാണ് കേരളത്തിന് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറച്ചുകാലമായി സിപിഎം കേരളത്തിൽ വർഗീയ വിഭജനത്തിനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മുനമ്പം വഖഫ് വിഷയത്തിൽ സിപിഎം സ്വീകരിച്ച നിലപാടുകളോട് നേരത്തെ തന്നെ റെജി ലൂക്കോസ് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഞാൻ ഏതാണ്ടൊരു 35 വർഷമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുകയും ആശയപരമായ രീതിയിൽ കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം. ഇവിടുത്തെ പുതിയ തലമുറ നാടുവിടുന്നു, അവരെ ഇവിടെ പിടിച്ചു നിർത്തണം. പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ളൊരു വൃദ്ധസദനമായിട്ട് മാറും. അതിന് ബിജെപിയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറേ നാളുകളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വികസനമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി നമുക്ക് വേണ്ടത്, പണ്ട് ബിജെപിയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എന്റെ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആശയങ്ങളുടെ പേരിൽ അത് ബിജെപി പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെന്റേഷനും, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തെ നയിക്കുന്ന ബിജെപിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു. ഞാൻ എൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു. ഞാൻ പാർട്ടി മെമ്പറാണ്. കുറേ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട്. അങ്ങനെ എന്നെ ബിജെപിയിലേക്ക് ക്ഷണിച്ചു. എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി, ഷാളിട്ട് അണിയിച്ചു. ഇന്നീ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും ബിജെപി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്ക് എത്തി കേരളത്തിന്റെ ഭരണം കയ്യേറാതെ ഇന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ്, നിങ്ങളതിനെ പ്രതികരിക്കുന്നതായിട്ടായിരിക്കണം. ബിജെപിക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടി ഇനി മാറും കേരളം. ഇനി ആവശ്യം നമുക്ക് ഈ അധപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതികളല്ല, വികസനത്തിന്റെ ഡെവലപ്മെന്റ്സിന്റേതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരജിയുടെ ആശയങ്ങളോടും ബിജെപിയോടും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. ഞാനും സുരേഷൊക്കെ എത്രയോ വർഷങ്ങൾ സംവാദങ്ങളിൽ ഏർപ്പെടുന്നു. അവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു. ഇന്നീ നിമിഷം മുതൽ ഇപ്പോൾ എന്നെ ഒരു ചാനൽ വിളിച്ചു ഇന്ന് സംവാദത്തിന്. അപ്പം ഞാൻ പറഞ്ഞു, സോറി, ഇന്നു മുതൽ എൻ്റെ ശബ്ദം വേറെ ആയിരിക്കും, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എനിക്ക് സപ്പോർട്ട് തരണം. ബിജെപിയുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ ബിജെപി കുടിയേറി കഴിഞ്ഞു. പലരും പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ്. ഇനിയൊരു ഒഴുക്ക് ബിജെപിയിലേക്ക് കേരളത്തിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാളുകൾ കേരളം ബിജെപിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ഇതിന് അംഗത്വം നൽകുകയും എന്നെ ഈ സദസ്സിൽ ആദരിക്കുകയും ചെയ്ത ബിജെപിയുടെ സമന്വയ നേതാക്കൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. റെജി ലൂക്കോസ് പാർട്ടി അംഗമല്ല, തള്ളിപ്പറഞ്ഞ് സിപിഎം. റെജി ലൂക്കോസ് ബിജെപിയിൽ ചേർന്നതിനു പിന്നാലെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് സിപിഎം നേതൃത്വം രംഗത്തെത്തി. മന്ത്രി വി.എൻ. വാസവൻ റെജി ലൂക്കോസ് പാർട്ടിയുടെ ഒരു പദവിയും വഹിച്ചിരുന്ന ആളല്ലെന്നും ഇത്തരം കൊഴിഞ്ഞുപോക്കുകൾ ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി പി. രാജീവ് ചാനലുകൾക്ക് വിളിച്ചിരുത്താൻ പാർട്ടി അയക്കുന്ന ആളല്ല റെജിയെന്നും മാധ്യമങ്ങൾ നൽകിയ വിശേഷണം മാത്രമാണ് ഇടത് സഹയാത്രികൻ എന്നതും രാജീവ് വ്യക്തമാക്കി. ജില്ലാ കമ്മിറ്റി റെജി ലൂക്കോസ് പാർട്ടിയുടെ ഒരു ഘടകത്തിലും അംഗമായിരുന്നില്ലെന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി ടി.ആർ. രഘുനാഥും പ്രതികരിച്ചു. തുടക്കമെന്ന് രാജീവ് ചന്ദ്രശേഖർ.
ജനുവരി 11 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലെത്തുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴ. ബിജെപിയിൽ ചേർന്നതോടെ സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുകയാണ്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ റെജി ലൂക്കോസ് ഇട്ട പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ പരിഹാസവുമായി രംഗത്തെത്തി. Thank you.